ഹായ് ഫ്രണ്ട്സ്, അന്നേരം നമുക്ക് ഇന്ന് ഇഡ്ഡലിയുടെ കൂടെയും ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ ചമ്മന്തി ഉണ്ടാക്കിയാലോ. ഇത്തിരി വെറൈറ്റിയാണ് കേട്ടോ സാധനം. എന്താ നമുക്ക് കണ്ടറിയാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാനിപ്പോൾ വീട്ടിൽ ഈ ചമ്മന്തി ഉണ്ടാക്കാറുള്ളൂ. ഇഡ്ഡലിയും ദോശയാണെങ്കിൽ അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. നോക്കാം കേട്ടോ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. നമുക്ക് ആദ്യം കുറച്ച് തേങ്ങ വേണം. ഞാൻ തേങ്ങ നേരത്തെ തിരുവി വെച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് തേങ്ങ. പിന്നെ നമുക്ക് വേണ്ടുന്ന സാധനം എന്ന് പറഞ്ഞാൽ കടലപ്പരിപ്പ്, ഇഞ്ചി, പച്ചമുളക്, പിന്നെ 4 അല്ലി വെളുത്തുള്ളി, കുറച്ച് ജീരകം, പിന്നെ കുറച്ച് കൊച്ചുള്ളി. ആദ്യം നമുക്ക് എല്ലാം ഓരോന്നായിട്ട് ഇടാം. ഉപ്പിടണേ, മറക്കല്ലേ, പറയാൻ മറന്നുപോയി. ആദ്യം തേങ്ങയും ഉപ്പും ഒക്കെ ഇട്ടിട്ട് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസും കൂടി ഇടാം. ഉള്ളിയും പച്ചമുളകും ഇഞ്ചി, പിന്നെ നമ്മുടെ വെളുത്തുള്ളി, ജീരകം എല്ലാം ഇട്ട് നമുക്ക് ആദ്യം ഒന്ന് അടിച്ചെടുക്കാം. അതിനുശേഷം മാത്രം നമുക്ക് കടലപ്പരിപ്പ് ഇട്ടാൽ മതി. എല്ലാം കൂടെ ഒരുമിച്ച് അടിച്ചെടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അതൊന്ന് മിക്സ് ആയതിനു ശേഷം കടലപ്പരിപ്പ് ഇട്ട് അടച്ചെടുക്കാം. പിന്നെ അതൊരു ബൗളിലേക്ക് മാറ്റാം. അതിനുശേഷം നമുക്ക് കടുക് വറുക്കാവേ. ചീനച്ചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിക്കണം. ഇതിനകത്ത് വേറൊരു സാധനവും കൂടി ഇടുന്നുണ്ട് സ്പെഷ്യലായിട്ട്. നമ്മുടെ വീട്ടിലങ്ങനെ സാധാരണ ഇട്ട് വരില്ല കടുക് വറുക്കുമ്പോൾ, പക്ഷെ അതാണ് ഒന്നും കൂടെ ഈ ചമ്മന്തിക്ക് ടേസ്റ്റ് കൂട്ടുന്നത്. നമുക്ക് ആദ്യം കടുകും കറിവേപ്പിലയും ഒന്ന് മൂക്കാനായിട്ട് നോക്കാം. ഇതാണ് ആ സാധനം, നമ്മുടെ ഉഴുന്ന് പരിപ്പില്ലേ, നമ്മൾ നെക്സ്റ്റ് ഇട്ട് കൊടുത്തത് അതാ. അത് നല്ലതുപോലെ ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. അതിനുശേഷം നമുക്ക് താളിക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ, ഇത് ഒഴിക്കുമ്പോൾ തന്നെ നല്ലൊരു മണം വരും. ഇനി എല്ലായിടത്തും ഒന്ന് മിക്സായി കൊടുക്കുക. ആ ഉഴുന്നില്ല നല്ലപോലെ ക്രിസ്പി ആയതിൻ്റെ ആ ഒരു ഇതും നമുക്ക് കഴിക്കുമ്പോൾ കിട്ടും. നമ്മുടെ ഡിഷ് ഇവിടെ റെഡിയായി, നമുക്കിത് കഴിക്കാം. നമ്മുടെ കുറുമ്പനെ തന്നെ കഴിക്കാൻ കൊടുക്കാതെ. ഇഡ്ഡലിക്ക് നല്ല ചൂടുണ്ട് കേട്ടോ, അതാ ആൾ പറയുന്നത്. അപ്പോൾ അയാൾക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, ബൈ.